രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പ്രചാരണത്തിലേക്ക് കടന്ന് രാഷ്ട്രീയ പാർട്ടികൾ. വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. പരസ്യ പ്രചാരണത്തിന് ഇനി ബാക്കിയുള്ളത് 2 നാളുകൾ. 12 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമായി 97 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് 18-ന് നടക്കുക. കനിമൊഴി, ദയാനിധി മാറൻ, പ്രകാശ് രാജ്, ഹേമ മാലിനി, വെങ്കടേശൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും കർണാടകയിൽ 28 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഇതിനു പുറമെ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ബിജെപിയും പ്രതിപക്ഷ പാർട്ടികളും പ്രചാരണം ശക്തമാക്കി. തമിഴ്നാട്ടിൽ 30 മുതൽ 33 സീറ്റ് വരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് DMK. അതേസമയം 2014-ൽ 37 സീറ്റുകളും ലഭിച്ച AIADMKയ്ക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ജയലളിതയും കരുണാനിധിയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. DMKയ്ക്ക് വേണ്ടി കനിമൊഴി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നു. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നും, ദയാനിധിമാരൻ, A. രാജ എന്നിവർ ചെന്നൈ സെൻട്രൽ, നീലഗിരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ജനവിധി തേടുക. CPIM സ്ഥാനാർത്ഥിയായ വെങ്കടേശൻ മധുരയിൽ നിന്നും ജനവിധി തേടും. CPIM-ന് ഏറെ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയാണ് വെങ്കടേശൻ. അതേസമയം കർണാടക ശക്തമായ പോരാട്ടത്തിനാകും സാക്ഷിയാകുക. കോൺഗ്രസ് JDS സഖ്യം BJPക്ക് ഉയർത്തുന്നത് കനത്ത വെല്ലുവിളിയാണ്. BJPക്ക് വേണ്ടി നളിൻ കുമാർ കട്ടീൽ, ദേവഗൌഡ എന്നിവർ ജനവിധി തേടുന്നുണ്ട്. മാണ്ഡ്യയിൽ നിന്ന് സുമലത BJP സ്വതന്ത്രയായാണ് മത്സരിക്കുക. സുമലതയ്ക്കെതിരെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനാണ്. ഇതോടെ മാണ്ഡ്യയിലെ പോരാട്ടവും ശക്തമായി കഴിഞ്ഞു. JDSഉം കോൺഗ്രസും തർക്കങ്ങൾക്കൊടുവിൽ അവസാന നിമിഷമാണ് സഖ്യത്തിലായതെങ്കിലും മികച്ച വിജയം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയാണ് കുമാരസ്വാമിയും പങ്കുവയ്ക്കുന്നത്. അതിനിടെ കർണാടകയിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി മോദിയുടെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന പെട്ടിയുടെ ദുരൂഹതയും ചർച്ചയായിട്ടുണ്ട്. നടൻ പ്രകാശ് രാജും ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അമേഠിയിലെ കർഷക ദുരിതങ്ങൾ പരിഹരിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു MP രാഹുൽ ഗാന്ധി. കർഷകർക്കായി ഒരു പദ്ധതിയെങ്കിലും കൊണ്ടുവന്നതിന്റെയോ നടപ്പിലാക്കിയതിന്റെയോ കണക്ക് പറയാനായില്ല രാഹുലിന്. കൊയ്ത്തുകാലമായിട്ടും ഭേദപ്പെട്ട താങ്ങുവില പോലും ലഭിക്കാത്ത ദുരിതത്തിലാണ് കർഷകർ. അമേഠിയിലെ ഗോതമ്പ് പാടങ്ങളിൽ കൊയ്ത്തുകാലത്തിന്റെ ആവേശമൊന്നുമില്ല. എത്ര കൊയ്തെടുത്താലും ദുരിതങ്ങളുടെ വരമ്പത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ കർഷകർ. കൊയ്ത്തുകാലം തുടങ്ങിയതോടെ 20 രൂപയുണ്ടായിരുന്ന ഗോതമ്പിന്റെ വില ഇടിഞ്ഞ് 15 രൂപയെത്തി. ഇനിയും വില താഴാനാണ് സാധ്യത. എന്നാൽ താങ്ങുവില ഉറപ്പാക്കാൻ ഒരു ചെറുവിരലനക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഒരു ചോദ്യം പോലും സഭയിൽ രാഹുൽ 5 വർഷത്തിനിടയിൽ കർഷകർക്ക് വേണ്ടി ഉരിയാടിയില്ല. 5 വർഷത്തിനിടെ 18ഓളം രീതിയിൽ MP ഫണ്ട് വിനിയോഗിച്ചുവെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പറയുന്നു. എന്നാൽ ഇതിൽ ഒരിടത്ത് പോലും കർഷകർക്ക് ഗുണം ലഭിക്കുന്ന എന്തെങ്കിലും ചെയ്തതിന്റെ തെളിവുകളില്ല. अरे गेहूं का दाम तो अभी तो 1500 रुपया लेते हैं क्विंटल में, किलो 1500 रुपया क्विंटल. 2000 മുതൽ 2014 വരെ രാഹുൽ ചെയ്തതെന്ന് പറഞ്ഞ് കോൺഗ്രസ് പരസ്യപ്പെടുത്തിയ വൻ നേട്ടങ്ങളുടെ പട്ടികയാണിത്. ഇതിൽ ഒരിടത്തും കർഷകന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായി കാണാനാകില്ല. ഇന്നും പരമ്പരാഗത കൃഷി രീതി അവലംബിക്കുന്ന ഇവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം പോലുമില്ല. ഇതിനായി ആരും ഇടപെട്ടതുമില്ല. സബ്സിഡി ഇല്ലാതെയാണ് കർഷകർക്ക് വളം ലഭിക്കുന്നത്. കാർഷിക വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ രാഹുൽ പൂർണ്ണ പരാജയമാണെന്ന ക്യാമ്പയിൻ BJP ശക്തമാക്കുന്നതും രാഹുലിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ. ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് K. ശശി. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിലൂടെ കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നൽകുന്നതെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ദാവ്ലെ. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായ പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അത് ശക്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വയനാട്ടിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2004-ൽ UPA സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഇടതുപക്ഷം നൽകിയ പിന്തുണ കോർപ്പറേറ്റുകൾക്ക് തിരിച്ചടിയായി. അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവുമായി UPAക്ക് മുന്നോട്ടു പോകാൻ കഴിയാതിരുന്നത് ഇടത് സമ്മർദ്ദം കൊണ്ടായിരുന്നു. കൂടാതെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുവാനും വനാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവരാനും കഴിഞ്ഞു. ഇതൊന്നും കോർപ്പറേറ്റുകൾക്ക് ഗുണകരമായിരുന്നില്ല. ഈ നയങ്ങൾ സ്വീകരിച്ച ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. That is the Congress message which they want to give to the whole corporate India. We are also fighting the left and we want to marginalize the left in India. That is the clear message
this one single act of the Congress president has conveyed. And I am sure that the people of Kerala will understand this message and will elect LDF candidates with huge majorities in every single one of the 20 Lok Sabha seats. കോൺഗ്രസിന്റെയും BJPയുടെയും പ്രകടന പത്രികകളിൽ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഓരോ വിളയ്ക്കും 50% അധികരിച്ച മിനിമം താങ്ങുവില നൽകാനുള്ള നടപടിയും കോൺഗ്രസും BJPയും മുന്നോട്ട് വെക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ ഇന്ത്യ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ, ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വയനാട്. വയനാട്ടിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബ്രഹ്മഗിരി മാംസ സംസ്കരണ ഫാക്ടറി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ നേതാക്കളായ അശോക് ദാവളയും വിജു കൃഷ്ണനും സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെത്തിയതായിരുന്നു അവർ. കൃഷ്ണപ്രസാദിനൊപ്പം ദേശീയ നേതാക്കൾ എത്തിയത്. ബ്രഹ്മഗിരി പോലുള്ള കർഷക സംരംഭങ്ങളാണ് കുത്തകകൾക്കെതിരെ ബദലായി രാജ്യത്ത് ഉയർന്നു വരേണ്ടതെന്ന് അശോക് ദാവളെ പറഞ്ഞു. ബ്രഹ്മഗിരി രാജ്യത്തിനാകെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. I think that there should be a big, wide replication of this in not only all over Kerala but all over the country, because that is the actual cooperatives is the way in which everybody comes together. Each one gets the benefit also, and also the people get the benefit of this. So I think this is a very important experiment. Here it is being run, of course, very excellently with the total cooperation of everybody. And that kind of a democratic cooperative is really the need of the hour as a counter to this whole neoliberal policies which the government is following. And I think this can be a very good solution in the long run for production, distribution, etc. and for many other things. ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളുമെല്ലാം നേരിൽ കണ്ടും നടപ്പാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയും പിന്തുണ പ്രഖ്യാപിച്ചുമാണ് ദേശീയ നേതാക്കൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കർണാടകയിൽ പ്രചാരണത്തിനെത്തിയ നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ ദുരൂഹമായ പെട്ടികൾ. ചിത്രദുർഗയിൽ മോദി ഇറങ്ങിയതിന് പിന്നാലെ ഹെലികോപ്റ്ററിൽ നിന്നും പെട്ടികൾ സമീപത്തെ സ്വകാര്യ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത വണ്ടിയിൽ കൊണ്ടുപോയ പെട്ടിക്കുള്ളിൽ എന്തായിരുന്നു എന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. കേരളത്തിൽ ഇന്നലെ പ്രചാരണം നടത്തിയ മോദി ഇന്ന് ദക്ഷിണ കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരണത്തിനെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് വൻ രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. ചിത്രദുർഗ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ മോദി പ്രചാരണ സ്ഥലത്തേക്ക് പോയതിനു പിന്നാലെ അദ്ദേഹം വന്ന ഹെലികോപ്റ്ററിൽ നിന്ന് 2-3 പേർ ഒരു വലിയ പെട്ടി താങ്ങി പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ പുറത്തുവിട്ടു. ധൃതി പിടിച്ച് പെട്ടി അടുത്തുണ്ടായിരുന്ന സ്വകാര്യ ഇന്നോവയിലേക്ക് മാറ്റി. വാഹനമുടൻ അവിടെ നിന്നും ഓടിച്ചുപോയി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെടാത്തതാണ് ഈ വണ്ടി. കർണാടകയിലെ ജനതാദൾ സെക്യുലർ ഔദ്യോഗിക ട്വിറ്ററിൽ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തു. മുഖ്യമന്ത്രിമാരുടെ വാഹനങ്ങൾ പോലും പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് പരിശോധിക്കണമെന്ന് ജനതാദൾ ആവശ്യപ്പെട്ടു. പെട്ടിക്കുള്ളിൽ പണമായിരുന്നോ, ക്രമക്കേട് വരുത്തിയ EVMകളായിരുന്നോ എന്ന ചോദ്യവുമായി കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. മോദിയുടെ സ്വകാര്യ സാധനങ്ങൾ ആയിരുന്നുവെന്നാണ് BJP നേതാക്കളുടെ വാദം. എന്നാൽ സുരക്ഷാ ഉപകരണങ്ങളടക്കം വാഹനങ്ങൾ പോലും നേരത്തെ എത്തിച്ച ശേഷമാണ് പ്രധാനമന്ത്രിയെ ഒരു സ്ഥലത്തെത്തിക്കുക. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ സുരക്ഷാ ഉപകരണങ്ങൾ കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിൽ നിന്നിറക്കിയ കറുത്ത പെട്ടി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബാബു പോളിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ വെച്ച് നടക്കും. എഴുത്തുകാരനും പ്രഭാഷകനുമായി തിളങ്ങിയ ബാബു പോൾ ഹൃദ്രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശനിയാഴ്ച പുലർച്ചെ അന്തരിച്ചു. ആശുപത്രിയിലും പൊതുദർശനത്തിന് വെച്ച പുന്നർ റോഡിലെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിലും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്തരിച്ച മുൻ ചീഫ് സെക്രട്ടറി ബാബു പോളിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തി. കവടിയാറിലെ വസതിയിലെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചത്. സഹൃദയനായ ബാബു പോളുമായുള്ള തനിക്ക് ഉണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ ആഴം വെളിവാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. വിവിധ പ്രശ്നങ്ങളിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവാദിത്തം വന്ന ഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുൻപ് തന്നെ വ്യക്തിപരമായി വലിയൊരു സ്നേഹബന്ധം അദ്ദേഹം ഞാനുമായി പുലർത്തിയിരുന്നു. പലപ്പോഴും പല കാര്യങ്ങളും ചുരുക്കം വാക്കുകളിൽ എഴുതി അയക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു.
അധികം ഫോൺ ചെയ്യുന്ന രീതികളല്ല, ചിലപ്പോൾ ഒരു ചെറിയ കുറിപ്പാണ് കൊടുത്തയക്കുക. ആ കുറിപ്പിൽ സ്നേഹം തുളുമ്പി നിൽക്കുന്നുണ്ടാകും, എന്നാൽ മറ്റു കാര്യങ്ങൾ എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ മോദി സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തിലാണ് ഇന്ത്യയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ. വിശ്വാസമല്ലാതെ മറ്റൊന്നും ഉയർത്തി വോട്ട് നേടാൻ പറ്റാത്ത ഗതികേടിലാണ് BJP. RSS ശബ്ദത്തിലാണ് മോദി സംസാരിക്കുന്നതെന്ന് VS അച്യുതാനന്ദൻ. സൈനികരോട് സ്നേഹമാണെന്ന് പറയുന്ന മോദിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടതെന്നും VS പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന്റെ പ്രചാരണാർത്ഥം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെയും കോൺഗ്രസിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു VS അച്യുതാനന്ദൻ സംസാരിച്ചത്. RSSന്റെ ശബ്ദത്തിലാണ് മോഡി സംസാരിക്കുന്നത് എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് സൈനികരോട് സ്നേഹമാണെന്നാണ് മോദി പറയുന്നത്. എന്നാൽ മോദിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടത്. അധ്വാനിക്കുന്ന ജനതയുടെ കൂടെയാണ് എന്നും ഇടതുപക്ഷമെന്നും ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും എക്കാലവും പരിഗണിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്ക് പട്ടാളക്കാരോട് വലിയ സ്നേഹമാണ്. പക്ഷേ മോദി അധികാരത്തിൽ വന്ന ശേഷമുള്ള വർഷങ്ങളാണ് ഏറ്റവും കൂടുതൽ സൈനികർ അതിർത്തികളിൽ മരിച്ചു വീണു. യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ പോലും കൈയിട്ടു വാരുകയാണ്. ജനകീയ MLA എന്നാണ് പ്രദീപ് കുമാർ അറിയപ്പെടുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം പ്രദീപ് കുമാറിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സഹാവ് പ്രദീപ് കുമാറിന്റെ കൈകൾ സുരക്ഷിതമാകുമെന്നത് ഞാൻ ഉറപ്പു നൽകുന്നു. A. പ്രദീപ് കുമാറിന്റെ പ്രചരണാർത്ഥം നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് പരിപാടിയിൽ ഒത്തുചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LDF സ്ഥാനാർത്ഥി VN വാസുവിന് പാലായിൽ ഉജ്ജ്വല വരവേൽപ്പ്. റബ്ബറിന്റെ രാഷ്ട്രീയം വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്ന പാലായിലെ ജനങ്ങൾ ഒന്നടങ്കം വിരമ്പെത്തിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. പാലാ നഗരത്തെ സാക്ഷിയാക്കി ആയിരങ്ങൾ അണിനിരുന്ന റോഡ് ഷോ നടന്നു. പാലായുടെ മനസ്സ് ആർക്കൊപ്പമെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു നഗരത്തിലെ സ്വീകരണം. നൂറുകണക്കിന് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളുമായി ഒപ്പം കൂടി. ജനസാഗരത്തിന് നടുവിലൂടെ തുറന്ന വാഹനത്തിൽ മുന്നോട്ട് നീങ്ങിയ സ്ഥാനാർത്ഥി പാതയോരങ്ങളിൽ കാത്തുനിന്നവരെ അഭിവാദ്യം ചെയ്തു. പൂക്കളും പഴവർഗ്ഗങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുമായി കാത്തുനിന്നവർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്നു. വ്യാപാരികളും തൊഴിലാളികളും അടങ്ങുന്ന സംഘം ദുരിതങ്ങളിൽ തങ്ങൾക്ക് താങ്ങായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ കണ്ട് പിന്തുണ ഉറപ്പു നൽകി. VN വാസവനൊപ്പം കൈകോർത്ത് വികസന രാഷ്ട്രീയത്തെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനമായിരുന്നു പാലായിലെ റോഡ് ഷോയിൽ പ്രകടമായത്. റോഡ് ഷോയ്ക്ക് ശേഷം സ്ഥാനാർത്ഥിയുടെ പര്യടനം വെള്ളഞ്ചൂരിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ മണ്ഡലത്തിലെ 3ാം വട്ട പൊതുപ്രചാരണ പരിപാടി സമാപിച്ചു. വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിച്ചുള്ള വോട്ടഭ്യർത്ഥന ഇനിയുള്ള ദിവസങ്ങളിലും തുടരും. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDF സ്ഥാനാർത്ഥി രവീശ് തന്ത്രക്കുണ്ടാറും പൊതുപ്രചാരണ പരിപാടി തുടരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ദിവസം മുതൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് 2 വട്ടം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പര്യടനം നടത്തി. തുടർന്നാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ പൊതുപ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. 3 വട്ടമാണ് ഓരോ നിയമസഭാ മണ്ഡലവും കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതു സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ പ്രചാരണ പര്യടനമാണ് സതീഷ് ചന്ദ്രൻ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥന തുടരുമെന്നും LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം നേടുമെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDFന്റെ വർദ്ധിച്ച ജനപിന്തുണ പ്രകടമാകുന്നതാണ് എല്ലാ സ്വീകരണ യോഗങ്ങളും. LDFന്റെ ശക്തി കേന്ദ്രങ്ങളും ദുർബല കേന്ദ്രങ്ങളും ഒരുപോലെ ഉജ്ജ്വലമായ സ്വീകരണമാണ്. ഈ 21 ദിവസത്തെ പര്യടനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി ആളുകൾ കാണുന്നതിന് വേണ്ടി ശ്രമിക്കും. ആ പ്രവർത്തനമാണ് ഈ 22 വരെ നടത്തുക. LDFന് നല്ല ശുഭാപ്തി വിശ്വാസമാണ്. റിക്കാർഡ് ഭൂരിപക്ഷത്തിൽ ഇത്തവണ LDF വിജയിക്കും.
കെ.പി. സതീഷ് ചന്ദ്രന്റെ പൊതുപ്രചാരണ പരിപാടിക്ക് സമാപനമായത് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ഇന്നലെ തുളുവടക്കത്തു നിന്ന് തുടങ്ങിയ പര്യടനം വൈകിട്ട് പാറയത്തുനീരിൽ സമാപിച്ചു. പൊതുസ്വീകരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 10,000-ങ്ങളാണ് LDF സ്ഥാനാർത്ഥി കെ.പി. സതീഷ് ചന്ദ്രനെ സ്വീകരിച്ചത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേശ്വരം മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാർ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും ഇന്നലെ പ്രചാരണം നടത്തി. വൈകി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരികയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്ത ഇരുവരുടെയും പൊതുപര്യടന പരിപാടി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഴിക്കോട് മണ്ഡലത്തിൽ അവസാനഘട്ട പര്യടനത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന് വേണ്ടി VS അച്യുതാനന്ദൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വോട്ടഭ്യർത്ഥിക്കാൻ മണ്ഡലത്തിലെത്തി. തൊഴിലാളികൾക്കിടയിൽ വോട്ടഭ്യർത്ഥിച്ച് സാധാരണക്കാർക്കിടയിൽ വോട്ടഭ്യർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് A. പ്രദീപ് കുമാറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ സജീവമായ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. കുടുംബയോഗങ്ങളും പൊതുയോഗങ്ങളും തകൃതിയായി നടക്കുകയാണ്. എലത്തൂർ മണ്ഡലത്തിലെ 4ാം ഘട്ട പര്യടനത്തിൽ LDF പ്രവർത്തകരോടൊപ്പം അണിചേർന്ന് നാട്ടുകാരും ഇടതുപക്ഷ സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിനെ സ്വീകരിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാണെങ്കിലും ഉജ്ജ്വല വിജയമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടതെന്നായിരുന്നു കുടുംബസംഗമങ്ങളിൽ സംസാരിച്ച നേതാക്കളുടെ അഭിപ്രായം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ശാക്തീകരണത്തിന്റെ പ്രതീകമായ പ്രദീപ് കുമാർ പാർലമെന്റ് അംഗമാകുന്നതോടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയരുമെന്ന് ഉറച്ച വിശ്വാസം സമ്മതിദായകരിലുമുണ്ട്. എന്റെ പ്രസം പദ്ധതിയുടെ 10ാം വർഷമായത് 10 സ്കൂളുകളെ മികവുറ്റ നിലയിൽ വികസിപ്പിക്കാൻ പൂർണ്ണമായ ഫണ്ട് ലഭ്യമാക്കി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 2 വർഷം കൊണ്ട് ബാക്കി സ്കൂളുകളും കൂടെ പൂർത്തിയാക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നാലും ഇപ്പോൾ പാർലമെന്റ് അംഗമായി ജയിച്ചാലും ഇതിനെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനും ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും പറ്റും ആ പദ്ധതിനൊക്കെ. എലത്തൂർ മണ്ഡലത്തിലെ രാമല്ലൂരിൽ നിന്നായിരുന്നു പര്യടനത്തിന്റെ തുടക്കം. കണ്ടോത്തുപാറ, ഏഴുകുളം, ഹെൽത്ത് സെന്റർ, എടക്കര, ഈന്താട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വിശ്രമം. ഉച്ചയ്ക്ക് ശേഷം ചേളന്നൂർ, തെക്കേടത്ത് താഴം, കിഴക്കുമുറി, പണ്ടാമ്പറമ്പ്, പറമ്പിൽ ബസാർ, മോരിക്കര വെസ്റ്റ്, പടനയിൽ, പെരുന്തുരുത്തി എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പര്യടനം പറമ്പത്ത് സമാപിച്ചു. മന്ത്രി A.K. ശശീന്ദ്രൻ പര്യടനത്തിന് നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുപക്ഷം വികസനം മുൻനിർത്തി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വ്യക്തിഹത്യ നടത്തിയാണ് ഇടുക്കിയിൽ വലതുപക്ഷം വോട്ട് ചോദിക്കുന്നത്. ഹൈറിംഗ് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ഇടത് സ്ഥാനാർത്ഥിയെയും കുടുംബത്തെയും അവഹേളിക്കുകയാണ് UDF നേതാക്കൾ. പത്രമാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെയും കുടുംബത്തെയും വേട്ടയാടുകയാണ് UDF നേതാക്കൾ. എല്ലാ തരത്തിലുള്ള വ്യക്തിഹത്യാ ശ്രമങ്ങളുമായി അപവാദ പ്രചരണങ്ങൾ, വ്യാജ കേസുകൾ, അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നടത്തിയിട്ടുള്ള വേട്ടയാടലുകൾ, എന്നെ മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങളെ പോലും അങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ള ആ വിദ്വേഷത്തിന്റെയും പകയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം, അതിന്റെ കാലം ഇടുക്കി പോലുള്ള കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അവസാനിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അവരെന്താണ് പൊതുസമൂഹത്തിന് ചെയ്തിട്ടുള്ളത്, ഇനി ചെയ്യാൻ പറ്റുന്നത് എന്ന ആളുകൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും. അങ്ങനെ ജനങ്ങൾക്കൊപ്പമായിരുന്നു, അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ആ പ്രവർത്തനമാകെ കണ്ട ഇടുക്കിയിലെ ആളുകളുണ്ട്. ഇടപെട്ടുമ്പോൾ അവരുമായി ഉണ്ടായ ആത്മബന്ധമുണ്ട്, ഇഴയെടുപ്പമുണ്ട്. ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ എന്റെ കരുത്ത്. സംഭവത്തിൽ ഇടത് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ വരണാധികാരിയായ കലക്ടർക്കും നൽകിയ പരാതിയെ തുടർന്ന് ആക്ഷേപങ്ങൾ ഉന്നയിച്ച KPCC സംസ്ഥാന കോർഡിനേറ്റർ മനോജ് കോക്കാട് വിശദീകരണം നൽകിയിരുന്നു. ഇതിനുശേഷവും നവമാധ്യമങ്ങൾ വഴിയുള്ള ആക്ഷേപം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 3 മുന്നണികളും വീറും വാശിയുമുള്ള പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഇതിനോടകം 3 റൌണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. മണ്ഡലത്തിൽ സമ്പത്തിന് പിന്നിലായി ഓടിയെത്താനുള്ള പരിശ്രമത്തിലാണ് മറ്റു മുന്നണികൾ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്ത് പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതിനോടകം 3 റൌണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. എത്തുന്ന സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടമാണ് സ്വീകരിക്കാനെത്തുന്നത്. ഇതിന്റെ ആത്മവിശ്വാസം സമ്പത്തിനുണ്ട്. നല്ല അനുഭവമാണ്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം അവരെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്പത്തിന്റെ മകൾ അശ്വതിയും അച്ഛനു വേണ്ടി പ്രചരണ രംഗത്തുണ്ട്. ആദ്യമായിട്ട് കൗൺസിലറായി നിൽക്കുന്ന സമയത്ത് വളരെ ചെറുതായിരുന്നു. ആ സമയത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്.
ഇപ്പോ 2-3 ദിവസമായിട്ട് കൂടെയുണ്ട്. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നെടുമങ്ങാട് കോയിക്കൽ ക്ഷേത്രനടയിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്താനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം. BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ കാട്ടാക്കട മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. ആചാരലംഘനമാണ് പ്രധാനമായും BJP മുഖ്യ പ്രചരണ വിഷയമാക്കിയിരിക്കുന്നത്. അയ്യന്റെ ആചാരത്തെ തകർത്തതിനെ കുറിച്ചും അയ്യന്റെ ആചാരം തകർത്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ പരിതവനമായിക്കൊണ്ട് അവിടെ ക്ഷേത്ര വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്ത് ആചാരാനുഷ്ഠാനത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയതിനെ കുറിച്ച് പറഞ്ഞാൽ തൂക്കിലേറ്റുമെന്നാണ് ടിക്കാറാം മീണ പറയുന്നതെങ്കിൽ ആ രക്തസാക്ഷിത്വം വഹിക്കാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നോട്ട് പോകുന്നത്. ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി നിലനിർത്താൻ എല്ലാ മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയെ സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയുടെ ഓരം ചേർന്ന് മതനിരപേക്ഷത സംരക്ഷിക്കാനാവില്ലെന്നും കോൺഗ്രസിനും BJPക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടൂരിൽ വീണ ജോർജ് MLAയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയില് കാണിക്കയിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയവരാരായിരുന്നു? ശബരിമലയിൽ വരുന്ന ഭക്തരെ ശാരീരികമായി തടയാൻ, ആക്രമിക്കാൻ സന്നദ്ധരായവർ ആരായിരുന്നു? സന്നിധാനത്ത് കേന്ദ്രീകരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ആരായിരുന്നു? എല്ലാം സംഘപരിവാറുകാരായിരുന്നു. അവർക്ക് വേണ്ടത് എന്തായിരുന്നു? ആ ഘട്ടത്തിൽ ശബരിമല ഉത്സവം സമാധാനപരമായി നടക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ അതിനെ അലങ്കോലപ്പെടുത്തണം. എന്നാൽ മറ്റേത് കാലത്തിൽ നിന്നും വ്യത്യസ്തമായി വന്ന തീർത്ഥാടകർക്കെല്ലാം ശരിയായ രീതിയിൽ ദർശനം നടത്താനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ഈ കഴിഞ്ഞ തവണ സാധിച്ചു എന്നല്ലേ നമ്മുടെ അനുഭവം.